ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും തരംഗമാവുന്ന ആരാന്നറിയോ? ക്രിട്ടിക്സുകളാണ്. എങ്ങനെ ക്രിട്ടിക്സ്? എന്താണ് ഈ ക്രിട്ടിക്സ്? ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ക്രിട്ടിക് ആവാം. എങ്ങനെ? ഏതെങ്കിലും ഒരു സിനിമ കാണുക, എന്നിട്ട് ആ സിനിമ എടുത്തിട്ട് അങ്ങോട്ട് പൊളിക്കുക. അവർ ആരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഒരു സിനിമ പിടിക്കുകയാണ്, എന്തോ ആവട്ടെ, എത്രയോ പേരുടെ അധ്വാനമാണ്. ആലോചിച്ച് നോക്കി, ആയിരക്കണക്കിന് പേര് മാസക്കണക്കിന് വർഷക്കണക്കിന് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഉൽപ്പന്നം, ഒരു പ്രോഡക്റ്റ് ആണത്. അതൊരു നിമിഷം കൊണ്ട് വളരെ മോശമാണ് എന്ന് പറയുന്നത് വഴി എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത്രയും പേരുടെ എഫേർട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളും ആ മേഖലയിലേക്ക് ഇറങ്ങി കഴിവ് കാണിച്ച് കൊടുക്കണം മറ്റുള്ളവർക്ക്. അപ്പം നമ്മുടെ കഴിവ് കാലത്തെ എഴുന്നേറ്റ് ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാണോ, അതോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ? അതിലേതാണ് മേന്മ എന്ന് ചോദിച്ചാൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണ്. മറ്റുള്ളവർ കണ്ടുപിടിച്ച സാധനത്തിന്റെ കുറ്റം മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് അത് ലോകത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം.